ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ഈ ഒരു വീഡിയോ ഡി എംസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ ഡിയർ, ഈ ഒരു ജേണിയിൽ സ്വന്തം കൗണ്ടർ പാർട്ടായ ഫെമിനൈനെ ഒരു അവേക്കനിങ്ങിലേക്ക് വിടുന്നതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേഷൻ ഫേസ് എടുക്കുന്നത് മസ്കുലൈൻ്റെ സോൾ പാർട്ടാണ്. മസ്കുലൈൻ്റെ സോൾ പാർട്ട് സ്വന്തം കൗണ്ടർ പാർട്ടിനെ മനസ്സിലാക്കുകയും അവിടെ ഇങ്ങനെ ഒരു അവേക്കനിങ് പ്രോസസ്സ് നടക്കണം എന്നുള്ളതുകൊണ്ട് ഒരു സെപ്പറേഷൻ ഫേസ് എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് ഫെമിനൈൻ കടന്നു പോകുന്നത്. ആ ഒരു സമയത്ത് മസ്കുലൈൻ ഉള്ളത് ഫിസിക്കൽ വേൾഡിലാണ്, ആ ഒരു വ്യക്തി ഉള്ളത്. ആ ഒരു മസ്കുലൈൻ്റെ സോൾ പാർട്ട് കൂടുതലും നിൽക്കുന്നത് ഫെമിനൈൻ്റെ ചുറ്റിലുമാണ്. ആ ഒരു ഫെമിനൈൻ്റെ ചുറ്റിലും ഒരു ബൗണ്ടറിക്ക് അപ്പുറം ഒരു മസ്കുലൈൻ എനർജിയുടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. കാരണം സ്വന്തം കൗണ്ടർ പാർട്ടിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റിലാണ് അവർ നിൽക്കുന്നത്. അവർക്കൊരു സ്ട്രെങ്തായിട്ട് ഉണ്ട് ഒപ്പം. അതുപോലെ അവരെ അതർ എനർജീസ് അറ്റാക്ക് ചെയ്യാതെയും മറ്റെല്ലാ നെഗറ്റീവ് എനർജീസിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഡിയം. ഡിവൈൻ സ്വന്തം മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു മാധ്യമം സ്വീകരിക്കാറുണ്ട്. അത്തരത്തിൽ ഫെമിനൈനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു മാധ്യമമായിട്ട് മസ്കുലൈൻ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വീക്ക് പോയിന്റിൽ നിന്ന് ഫെമിനൈൻ ഉയർന്നു വന്ന് ഒന്ന് സ്റ്റേബിൾ ആകും. ആ ഒരു ടൈമിൽ മസ്കുലൈൻ തിരിച്ചു വരികയും ചെയ്യും ഈ കണക്ഷനിലേക്ക്. ഒരു വ്യക്തി വരും. ആ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാലും ഫെമിനൈൻ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം എനർജി മിസ്മാച്ചാണ്. ഫെമിനൈൻ കുറച്ചുകൂടെ ഹയർ എനർജിയിലേക്കും മസ്കുലൈൻ ഒരു ഫിസിക്കൽ വേൾഡിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ വീണ്ടും ഒരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുവാണ് മസ്കുലൈൻ്റെ അവേക്കനിങ്ങിന് വേണ്ടിയിട്ട്. അത്തരത്തിൽ മസ്കുലൈൻ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലേക്ക്, ഒരു സെപ്പറേഷനിലേക്ക് പോവാണ്. അവിടെ മസ്കുലൈൻ്റെ സോൾ പാർട്ട് സ്വയം ഒരു സെപ്പറേഷൻ അവിടെ എടുക്കുകയും അവിടെ സ്വയം ഒരു അവേക്കനിങ് ഉണ്ടാകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്വയം അവേക്കൻ ചെയ്ത് ഈ ജേണിയിലേക്ക് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വന്തം കൗണ്ടർ പാർട്ടിൻ്റെ വീക്ക് പോയിന്റിൽ, ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ളൊരു ടൈമിൽ അവിടെ ആ ഒരു മസ്കുലൈൻ്റെ എനർജി പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. സ്വന്തം കൗണ്ടർ പാർട്ടിനെ അവേക്കൻ ചെയ്യുന്നതും മസ്കുലൈനാണ്, സ്വയം അവേക്കൻ ചെയ്യുന്നതും മസ്കുലൈനാണ് വിത്ത് ഡിവൈൻ ബ്ലെസ്സിങ്സ്. അത്രയും പവർഫുള്ളാണ് മസ്കുലൈൻസ്. പക്ഷേ ഫെമിനൈൻ അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. കാരണം അവർ തിരയുന്നത് ഈ ഒരു ഫിസിക്കൽ വേൾഡിലുള്ള ഡിഎമ്മിനെയാണ്. അവിടെ നിന്ന് യാതൊരു അറ്റൻഷനും കിട്ടുന്നില്ല. അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, പെയിൻ മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ പെയിനാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയണ്ടേ, ഒരു ജേണിയുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മസ്കുലൈൻസ് ആണ്. അവരുടെ സോൾ ബേസിലും ഒരു ഫിസിക്കൽ വേൾഡിലുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും അവർ സ്വയം വളരെ വലിയ പെയിനിലൂടെ കടന്നു പോകുന്നു. ഒപ്പം സ്വന്തം കൗണ്ടർ പാർട്ടിനെ ആ ഒരു സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് അവർ വളരെ നല്ല രീതിയിൽ അവരാലാകും വിധം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദേ ആർ വെരി മച്ച് പവർഫുൾ. ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഹാറ്റ്സ് ഓഫ് ടു യു all the DMs. All my feminines, be thankful to your masculine. If possible, each and every time, be grateful to them. അതാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനം. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.